ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. മക്കളെ, SSLC ഫിസിക്സിന്റെ എക്സാമിന് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്, കാരണം മാത്സ് വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പൊ ഫിസിക്സിൽ ഒരു പണി തരാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എടാ, എങ്ങനൊക്കെ പണി തന്നാലും എങ്ങനൊക്കെ ചോദ്യങ്ങൾ വന്നാലും ഫിസിക്സ് നമ്മൾ പറഞ്ഞതല്ലാത്ത ഒരു ചോദ്യവും വരൂല 100% സാറുകളോട് പറയുന്നുണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? സീനില്ലടാ. എടാ, ഞാൻ പറഞ്ഞ രൂപത്തിൽ ഇത് പഠിക്കുകയാണെങ്കിൽ സാർ എന്താ പറഞ്ഞത്? എടാ, സാറ് പറഞ്ഞു, എടാ നിങ്ങൾക്ക് ആവശ്യമുള്ള സകല സാധനങ്ങൾ ഷോർട്ട് വീഡിയോ ആയിട്ടും ലൈവ് ആയിട്ടും റാൻസിന്റെ ചാനലിൽ തരുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ മക്കളെ, ഞാൻ 100% ഉറപ്പ് തരുന്നു, ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ ഉറപ്പാ. സാറേ, ഞങ്ങൾക്ക് പ്രോബ്ലംസ് പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞ പല കുട്ടികളും ഉണ്ടായിരുന്നു. സാർ 2 വീഡിയോ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ? ഒന്ന് ഫോർമുല ഷീറ്റ്, എടാ എങ്ങനെയൊക്കെയാണ് ഇക്വേഷൻസ് ഉള്ളത്, എന്തൊക്കെ ഇക്വേഷൻസ് ഉണ്ട്, എങ്ങനെ ഇക്വേഷൻ പഠിക്കണം എന്നുള്ളത് സാർ കൃത്യമായിട്ട് ഒരു വീഡിയോ ചെയ്തു. എടാ, രണ്ടാമത് അവർക്ക് വേണ്ടിയിട്ട് സകല ചോദ്യങ്ങളും 2019 മുതൽ 2024 വരെയുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യനും, ഇനി 2025 മാർച്ച് 21 ഫിസിക്സിന് എക്സാമിൽ പബ്ലിക് എക്സാമിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും സാർ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം വരാനില്ല. ക്ലിയർ ആണോ? എടാ, പിന്നെ ചില ആൾക്കാർക്ക് പ്രശ്നം, സാറ് സർക്യൂട്ട് ക്വസ്റ്റ്യൻ തരും. എടാ, ബി എന്ന് പറഞ്ഞ സ്വിച്ച് ഓൺ S1 എന്ന് പറഞ്ഞ സ്വിച്ച് ഓൺ ആക്കിയ B1 കത്തോ, അല്ലെങ്കിൽ B1 ഓൺ ആക്കിയ S1 കത്തോ, അല്ലെങ്കിൽ 2 കോയിൽ ഉണ്ടാവും, ഒന്നിൽ സ്വിച്ച് ഇട്ടാൽ മറ്റേ ലൈറ്റ് എത്തും, തുടങ്ങിയിട്ട് എന്തൊക്കെയോ ചോദ്യങ്ങൾ. പക്ഷേ സീനില്ല. സാർ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യും. എല്ലാ സർക്യൂട്ട് ക്വസ്റ്റ്യൻസും അതിൽ തീരും. സാർ, അടുത്തൊരു പ്രശ്നമുണ്ട്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല സാറേ. 1 വേർഡ് പലപ്പോഴും പ്രശ്നമില്ല. എല്ലാ ചാപ്റ്ററിലെയും 1 വേർഡിന്റെ ഒരു വീഡിയോ ഉണ്ട്. എടാ, നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അത് മുഴുവൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മുഴുവൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ, വീണ്ടും ഞാൻ പറയുകയാണ്, സംശയം ഉണ്ടെങ്കിൽ SSLC നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കുകയാണെങ്കിൽ SSLCയുടെ റാൻസ് SSLC എന്നുള്ള ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതായത് കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്യും. റാൻസ് SSLC എന്നുള്ള ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. പ്ലസ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കണം, എന്നോട് ഡയറക്റ്റ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ നമ്പർ യൂസ് ചെയ്യാം. ഓക്കെ, ഈ നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി നോക്കടാ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. എടാ, ഞാൻ അതിന്റെ കൂടെ തന്നെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്ത് അറിയോ? എടാ, ഡയഗ്രംസ്, രേഖാചിത്രങ്ങൾ വരക്കാനുള്ള ഒരു ചോദ്യം എന്ത് ചെയ്യാറുണ്ട്? എല്ലാ വർഷവും വരാറുണ്ട്. അപ്പൊ പല ആൾക്കാർക്കും ചില പ്രയാസങ്ങൾ, ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചപ്പോൾ 2 മാർക്കിന് ചോദിച്ചപ്പോൾ ചില ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. അതായത് ഈ രേഖാചിത്രം 2 മുതൽ 6 മാർക്ക് വരെ ഇതിന്റെ വെയിറ്റേജ് നമുക്ക് കാണാൻ പറ്റും. ചില എക്സാമിന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇത് മാത്രം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് വരക്കാൻ പഠിക്കാം. വെൽക്കം ടു ദ വര ക്ലാസ്. ശ്രദ്ധിച്ചോളാം. എടാ, ഒന്നാമത് നിങ്ങൾക്ക് വരക്കാനുള്ളത് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിനാണ്. 4, 5, 6 ചാപ്റ്ററിനാണ് വരക്കാനുള്ളത്. എടാ, ഇത് എന്താ സാധനം? ഒരു സമതല ദർപ്പണാണല്ലോ, ഒരു പ്ലെയിൻ മിറർ ആണല്ലോ. എടാ, നിങ്ങൾക്ക് ഒരു പ്ലെയിൻ മിറർ ആയിട്ട് ഞാൻ ഒരു സ്കെയിലൊക്കെ എടുത്ത് ഒന്ന് ടോപ്പ് ആവുന്നുണ്ട്, ശ്രദ്ധിച്ചോളി. ഓക്കെ, എടാ, സ്കെയിലൊക്കെ എടുത്ത് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? ഒന്ന് മെഷർ ചെയ്യാണ്. ഓക്കെ, സ്കെയിൽ എടുത്ത് മെഷർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ശ്രദ്ധിച്ചോ. എടാ, ഇവിടെ 4.5 എന്തുള്ളത്? അവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. എടാ, ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ 4.5 എന്ത് ചെയ്തു? ഒരു മാർക്ക് ചെയ്തു. പ്രശ്നമുണ്ടോ? അവിടെ ഞാൻ എന്ത് ചെയ്തോടാ? ഒന്ന് മാർക്ക് ചെയ്തിട്ട്. എടാ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇനി ഞാൻ ചെറിയ ഉടായ്പാണ് സാർ ചെയ്യുന്ന, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തോടാ? ഡയറക്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു വര വരച്ചു, ഇങ്ങനെ ഡോട്ടഡ് ലൈൻ. ഓക്കെ, ഇവിടുന്ന് അതുപോലെ ഇങ്ങോട്ട് ഒരു ഡോട്ടഡ് ലൈൻ. ആ 2 പോയിന്റിലേക്ക് ഒരു ഡോട്ടഡ് ലൈൻ വരക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടുന്ന് ഇത് മുകളിലോട്ട് ഇങ്ങനെയാണ് നീട്ടിയെടുക്കുക. പണി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ഹമ്പിൾ. എടാ, ഇനി മനസ്സിലാത്തവർ ഒന്നുകൂടെ വാക്ട് എടുത്ത് കാണാം, ചെയ്തു നോക്കുക. ഇടിലം. ഓക്കെ, പറഞ്ഞ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തത് കഴിഞ്ഞു കേട്ടോ. എണ്ണിക്കോ, ഒന്നാമത്തെ കഴിഞ്ഞു. രണ്ടാമത് വളരെ സിമ്പിൾ ആണ്. നേരെ വരികയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ഒരു സാധനം നിങ്ങൾ ഇതുപോലെ നേരെ വരികയാണെങ്കിൽ അത് എങ്ങനെ പോകൂടാ? അത് ഫോക്കസിലൂടെ പോകും. നമുക്കറിയാം, നേരെ വന്നാൽ ഫോക്കസിലൂടെ പോകും. നേരെ വന്നാൽ ഫോക്കസിലൂടെ പോകും. ഇത് അതിന്റെ ഓപ്പോസിറ്റ്. കാരണം ഇത് കോൺകേവ് അല്ലേ, ഇത് കോൺവെക്സ് ആണ്. അപ്പൊ അയാൾ നേരെ വന്ന ഫോക്കസിലൂടെ പോവോ? അയാൾ ഇങ്ങനെയാണ് പോവുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കട്ടോ, ഇതിങ്ങനെ ബാക്കോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇയാൾ എവിടുന്നാ വരുന്നത്? ഫോക്കസിന് വരുന്ന പോലെ തോന്നും. ഇത് ഒരു റയറാ. ഇത് വരാൻ സാധ്യത വളരെ കുറവ്. സാർ, ഇത് പറഞ്ഞപ്പോ അതിന്റെ ഓപ്പോസിറ്റ് പറയാൻ വേണ്ടി എടുത്തതാ.
പ്രശ്നമാക്കണ്ട. ഇത് നേരെ വരുന്നു, ഫോക്കസിലൂടെ പോകും. അത് മക്കൾക്ക് അറിയാലോ. അത് മതി. എന്നാൽ അടുത്തത് ശ്രദ്ധിച്ചോ. ഇതായിരുന്നു നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ മോഡൽ എക്സാമിന് വന്നിരുന്നു. ഇതല്ല, ലെൻസിലായിരുന്നു. എടാ എഫിലൂടെയാണ് വന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നേരെ പോണം. എടാ എപ്പോഴാണ് നേരെ വരുമ്പം എഫിലൂടെ പോകും. അങ്ങനെയല്ലടാ പഠിച്ച്. അപ്പൊ എഫിലൂടെ വന്നാൽ നേരെ പോണം. നേരെ പോയി. ഇത്രേ ഉള്ളൂ. പ്രയാസമില്ല. സിമ്പിൾ ആണ്. അടുത്ത സിയിലൂടെ വന്നാൽ സിയിലൂടെ തന്നെ മടക്കിയേ. സിയിലൂടെ വന്നാൽ സിയിലൂടെ തന്നെ തിരിച്ചു. പ്രയാസമുണ്ടോ? ഇല്ല. സിമ്പിൾ. എല്ലാ ടൈപ്പും സാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചോ. അടുത്ത നേരെ വരുന്നു, ഇതിലൂടെ പോടാ, എഫിലൂടെ പോവും. ഇതും നേരെ വരുന്നു, ഇതിലൂടെ പോടാ, എഫിലൂടെ പോവും. ഒന്ന് വായിക്കണ്ടേ. നേരെ വരുന്നു, എഫിലൂടെ പോകുന്നു. ഇതും നേരെ വരുന്നു, എഫിലൂടെ പോകുന്നു. ഇതും നേരെ വരുന്നു, എഫിലൂടെ പോകുന്നു. ഇതും നേരെ വരുന്നു, എഫിലൂടെ പോകുന്നു. ഒക്കെ എന്തിലൂടെയാണ് പോവാ? എഫിലൂടെയാണ് പോവാ. നിങ്ങളൊന്ന് വരച്ചാൽ മതി. ഒന്നുകൂടെ വേണമെങ്കിൽ വൃത്തിക്ക് വേണമെങ്കിൽ വരക്കാം. ഓക്കെ, നിങ്ങൾ വരച്ച് റെഡി ആക്കണം കേട്ടോ. ഈ ഫുള്ള് ചിത്രങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ നോട്ടിലേക്ക് നിങ്ങൾ ഒന്ന് വരച്ചു നോക്കണം. ഓക്കെ, ഇതുപോലെ നിങ്ങൾ വരച്ച് അഡ്ജസ്റ്റ് ചെയ്യല്ലോ വേണ്ട. നിങ്ങൾ വരക്കുമ്പോൾ കറക്റ്റ് ആവണം. അയ്യോ, പാടലാണല്ലോ. കുറെയൊക്കെ ഓക്കെ. യെസ്. അപ്പൊ ഒരു പോയിന്റിലൂടെ എല്ലാം കടന്നു പോകും. ഇനി അടുത്തത് ശ്രദ്ധിച്ചോ. ഇനി മുതലാണ് ഇമേജ് ഫോർമേഷൻ, പ്രതിബിംബ രൂപീകരണം. എടാ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുക, പ്രതിബിംബ രൂപീകരണം, ഇമേജ് ഫോർമേഷൻ എവിടെയെന്ന് ചോദിക്കും. അത് വരച്ചെടുക്കണ്ടോ? ഓക്കെ, നമുക്ക് വരച്ചു നോക്കാം. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് നേരെ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, പ്രയാസം ഉണ്ടോ? ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു ആരോ ഒക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യാറ്? നേരെ പോവുകയാണെങ്കിൽ അയാൾ എന്തിലൂടെ വരും? എഫിലൂടെ വരും. അതും വരച്ചു. നിങ്ങൾക്ക് അറിയാം സീന്റെ ബാക്കിലാണ് വസ്തു അല്ലെ? ഇത് വസ്തുവാണ്, ഒബ്ജക്റ്റ് ആണ്. സീന്റെ ബാക്കിലാണ് ആരുള്ളത്? വസ്തു ഉള്ളത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പൊ ഇമേജ് എവിടെ ഉണ്ടാവുക? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിക്കും എഫിന്റെ ഇടയിലല്ല ഉണ്ടാവുക. അപ്പൊ അവിടെ ഞാൻ ആദ്യം തന്നെ ആരെ വരച്ചു? ഒരു ഇമേജിനെ വരക്കാൻ പോവാണ് മക്കളെ. നെട്ടരുത്. ഒരു ഇമേജിനെ ഞാൻ വരക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോട്ടോ. ഇവിടെ ഞാൻ ഒരു ഇമേജിനെ വരച്ചു. എടാ ഇമേജിനെ ആദ്യം വരക്കാൻ പറ്റുമോ? ഇല്ല, എനിക്കറിയാം. ഇനി ശ്രദ്ധിച്ചോ. ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇനി ഞാൻ എന്താ ചെയ്യണോ? ഈ ഇമേജിന്ന് നേരെ പിയിലേക്ക് ഒരു വര. ആ പീന്ന് നേരെ നമ്മുടെ വസ്തുവിലേക്ക് ഒരു വര. ഓക്കെ, പരിപാടികൾ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കള്ളത്തരം ചെയ്ത് ആർക്കെങ്കിലും മനസ്സിലാവും? ഇല്ല, കറക്റ്റ്. സാർ ഇങ്ങനെ എന്താണ് ഈ സമയത്ത് പറയണ? അവസാനം വന്നിട്ട് ഇത് വരക്കേണ്ട കൺസെപ്റ്റുകൾ മുഴുവൻ പറയുമ്പം ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇപ്പൊ നമുക്ക് വേണ്ടത് കൺസെപ്റ്റിലേക്കാളും കൂടുതൽ വേണ്ടത് മാർക്കാണ്. കൺസെപ്റ്റ് വേണ്ടാന്നാണോ? അല്ല കേട്ടോ. ഫുൾ കൺസെപ്റ്റ് ഉള്ളത് 4th ചാപ്റ്ററിന്റെ അടിപൊളിയായിട്ട് എങ്ങനെ വരക്കാന്നുള്ളത് മുഴുവൻ നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ കൺസെപ്റ്റ് പഠിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത് കൂടി ആണ് നമ്മുടെ ലക്ഷ്യം. ശ്രദ്ധിച്ചോ. ഇനി അടുത്ത സിയിലാണുള്ളത്. വരക്കട്ടോ. ശ്രദ്ധിച്ചോ. ആദ്യം നേരെ, എല്ലാരും പറഞ്ഞേ, നേരെ വരക്കുന്നു. നേരെ വരച്ച ആൾ എന്തിലൂടെ പോടാ? എഫിലൂടെ പോകുന്നു. ഇത്രയും കാര്യം എല്ലാവർക്കും ഓക്കെയാണോ? പ്രശ്നങ്ങളുണ്ടോ? എടാ ഇനി എവിടെയാണ് പ്രതിബിംബം ഉണ്ടാവേണ്ടത്? എവിടെ ഉണ്ടാവേണ്ടത്? സിയിൽ വെച്ചാൽ സിയിൽ തന്നെ ഉണ്ടാവണം അല്ലെ? സിയിൽ തന്നെ ഉണ്ടാവണം. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ പ്രതിബിംബത്തെ നേരെ പിയിലേക്ക് വരക്കുക. എന്നിട്ട് പിന്ന് നേരെ വസ്തുവിലേക്കും വരക്കുക. പ്രശ്നങ്ങളുണ്ടോ? പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മക്കളെ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. സംഭവം തെറ്റല്ലേ? ഇടില്ല. അടുത്ത വരക്കാം. പ്രശ്നാക്കണ്ട. അടുത്ത എന്താ? നേരെ വരക്കുന്നു. എന്തിലൂടെ പോവും? എഫിലൂടെ പോവും. ഇതാർക്കെങ്കിലും അറിയാത്തതുണ്ടോ? ഇടഞ്ഞു നോക്കടാ. എവിടെ അപ്പൊ വസ്തു ഉണ്ടാവുക? ഇപ്പം വസ്തു ഉള്ളത് സിക്കും എഫിനും ഇടയിലാണ്. അപ്പൊ പ്രതിബിംബം, ഇമേജ് ഉണ്ടാവുക സീന്റെ ബാക്കിലല്ലേ? അപ്പൊ സീന്റെ ബാക്കിൽ ഞാൻ ഒരു ഇമേജിനെ വരക്കാൻ പോവാണ്. സീന്റെ ബാക്കിൽ ഞാൻ ഒരു ഇമേജിനെ വരച്ചു. ഇനി നോക്കടാ, നമ്മൾ നേരെ തിരിച്ചു വരക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോ. ഇവിടുന്ന് നേരെ പിയിലേക്ക്. ഇവിടുന്ന് നേരെ പിയിലേക്ക്. ഓക്കെ ആണോ? യെസ്. പരിപാടി കഴിഞ്ഞു. എടാ ഇങ്ങനെ ഒരു ചോദ്യം ലെൻസ് എന്നാണ് വരക്കാൻ കൂടുതൽ സാധ്യത. ഓക്കെ, അഥവാ ഇവിടുന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിനാണ് സാധ്യത ഉള്ളത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തു വെക്കുക.
ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കണം, എഫിലാണ് വെക്കുന്നത്. നിങ്ങൾക്കറിയാം എഫിൽ വെച്ച ഇൻഫിനിറ്റി ആണ്. നോക്കണം, നേരെ പോവുക അതെന്ത് ചെയ്യണം, എഫിലൂടെ പോകും. ഇനി അടുത്ത നിങ്ങൾ എന്ത് ചെയ്യണ്ട, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇമേജ് വരക്കണം. ഇമേജ് എന്ത് ചെയ്യില്ല, ഇമേജ് ഇത് തമ്മിൽ കൂട്ടിമുട്ടൂല. അതുകൊണ്ട് തന്നെ എഫിൽ വെക്കുമ്പോൾ മാത്രം നേരെ ഇങ്ങോട്ട് വരക്കുക, നേരെ വരച്ചു കൊടുക്കുക. ഇതാണ് എന്തിൻ്റെടാ, എഫിൽ വെക്കുമ്പോൾ ഉണ്ടാവുക. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, പ്രയാസങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. എന്നാൽ അടുത്തത് ശ്രദ്ധിച്ചോ. അടുത്തത് ലെൻസിലേക്ക് എത്തിയേ. എടാ പീലൂടെ വെച്ചാൽ എന്ത് ചെയ്യും? പീലൂടെ വെച്ചാൽ ഇയാൾ പീലൂടെ തന്നെ പോകും. പീലൂടെ വെച്ചാൽ പീലൂടെ തന്നെ പോകും. ഓക്കെ, നേരെ വന്നാൽ എന്ത് ചെയ്യും? അയാൾ എഫിലൂടെ പോകും. ഓക്കെ, എഫിലൂടെ പോകും. നേരെ വന്നാൽ എഫിലൂടെ, പീലൂടെ വന്നാൽ പീലൂടെ തന്നെ പോകും. നേരെ വന്നാൽ എഫിലൂടെ പോകും. നിങ്ങൾക്ക് അറിയുന്നതാണ്. അടുത്തത് നോക്കണം. ഇനി എഫിലൂടെ വന്നാലോ നേരെ പോകും. അതും നിങ്ങൾക്ക് അറിയില്ലേ, എഫിലൂടെ വന്നാൽ നേരെ പോകും, പ്രശ്നമില്ല. നേരെ വന്നാൽ എഫിലൂടെ വന്നാൽ നേരെ പോകും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി ഇവിടെ കുറെ ആൾക്കാർ അങ്ങനെ നേരെ വരാണ്. ഞാനിത് എന്ത് ചെയ്യാം, നിങ്ങൾ വരച്ചു നോക്കണ്ട കേട്ടോ. നേരെ എന്ത് ചെയ്യണം, എഫിലൂടെ, ഇയാളും എഫിലൂടെ പോകും. ഇയാൾ ഇങ്ങനെ പോകും. ആഹാ, ഇയാൾ അടുക്കുമ്പം ഇയാൾ എന്ത് ചെയ്യാണ്, അകന്നു പോവാണ്. ഓർത്തു വെച്ചോളൂ, ഇയാള് അകന്നു പോവാണ്. അടുക്കുക എന്നുള്ളതിന് നമ്മൾ കൺവേർജിങ് എന്ന് പറയും, അകല എന്നുള്ളതിന് നമ്മൾ ഡൈവേർജിങ് എന്ന് പറയും. ഒന്ന് ഓർത്തു. അടുത്ത ചോദ്യം, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെരി 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 ഇമ്പോർട്ടന്റ്. ഷുവർ എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഷുവർ എന്ന് തന്നെ പറയാം. ശ്രദ്ധിച്ചോ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണ്? നേരെ വരക്കുക. അപ്പൊ അതെന്ത് ചെയ്യും, എഫിലൂടെ പോകും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ടേ, പീയിലൂടെ വരക്കുക. എന്ത് ചെയ്യണം, പീയിലൂടെ വരക്കുക. നോക്കടാ, പീയിലൂടെ വരക്കണം, ശ്രദ്ധിച്ചു. പീയിലൂടെ വരച്ചു. സീനുണ്ടോ? ഇല്ല. എടാ ഇവരെവിടെയാണ് കൂട്ടിമുട്ടിയത് നോക്കി. ഇവരെവിടെയാ കൂട്ടിമുട്ടുന്നത്? ഇവർ കൂട്ടിമുട്ടുകയാണ് അങ്ങ് ഇവിടെയാണ് കൂട്ടിമുട്ടിയത്. അവിടെ കൂട്ടിമുട്ടിയോടത്ത് എന്തുണ്ടാവും? അവിടെ ഇമേജ് ഉണ്ടാവും. കൂട്ടിമുട്ടിയോടത്ത് എന്തുണ്ടാവും? അവിടെ ഇമേജ് ഉണ്ടാവും. ഇവിടെ ഒരു ഇമേജ് വരച്ചു കൊടുക്കുക. പ്രശ്നമുണ്ടോ? സിമ്പിൾ. ഹായ്, അടിപൊളി. ഒന്നുകൂടെ വരച്ചോ. ക്ലിയർ ആക്കി തരാം. എന്നാ അടുത്ത നോക്കണം. എല്ലാവരും കൃത്യമായിട്ട് പറയണ്ടോ, പ്രൊസീജിയർ പറയണം. നേരെ വരക്കുന്നു, അപ്പോഴോ എഫിലൂടെ പോകുന്നു. പ്രശ്നമുണ്ടോ? ഇല്ല. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത് പീയിലൂടെ വരക്കുന്നു. ഓക്കെ, പീയിലൂടെ വരക്കുന്നു. ഓക്കെ, എവിടെ ഇമേജ് ഉണ്ടാവുന്നത്? സീൽ തന്നെ ഇമേജ് ഉണ്ടാകുന്നു. പ്രയാസമുണ്ടോ? എടാ സീൽ വെക്കുമ്പോ എവിടെ തന്നെ ഇമേജ് ഉണ്ടാവും? നമുക്കറിയാം, സീൽ തന്നെയാണ് ഇമേജ് ഉണ്ടാവുക. പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ചിലപ്പോൾ ഈ സീന് 2F എന്നായിരിക്കും കണ്ടിട്ടുണ്ടാവുക. 2F എന്ന് കണ്ടിട്ടുണ്ടാവും. രണ്ടും ഒന്നാ, സീനൊന്നും ഇല്ല. എടാ അടുത്ത ചോദ്യം നോക്കടാ. ഇവിടുന്ന് നേരെ വരക്കുക. എല്ലാം ഇതേപോലെ എടാ, നേരെ വരക്കുന്നു, എഫിലൂടെ പോകുന്നു. ആർക്കെങ്കിലും ഇനി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സാറോട് പറയണ്ടോ? ഇല്ല. എടാ അടുത്ത സാർ എന്താ ചെയ്യുന്നത്? പീയിലൂടെ വരക്കുന്നു. ഓക്കെ, പീയിലൂടെ വരക്കുന്നു. ഇനി ഇവരെ നമ്മൾ കൂട്ടിമുട്ടണം. ഇവിടെ കൂട്ടിമുട്ടി. അങ്ങനെ കൂട്ടിമുട്ടിയാൽ അവിടെ എന്ത് വരക്കണം? ഇമേജ് വരക്കണം. ഇമേജ് എവിടെ ഉണ്ടാവുക? ഇവിടെയാണ് ഇമേജ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെയാണ് ഇമേജ് ഉണ്ടാവുന്നത്. അതായത് സീക്ക് ബാക്കിൽ, ബിഹൈൻഡ് സി. പ്രശ്നമുണ്ടോ? ഇല്ല. ലാസ്റ്റത്തത് ഒന്നുകൂടെ വരക്കണം. എഫ് ആണ്. എഫ് ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നേരെ പോവുക ചെയ്യാം. നേരെ വരക്കുന്നു, എഫിലൂടെ പോകുന്നു. ഓക്കെ, എഫിലൂടെ പോകുന്നു. അടുത്ത പീയിലൂടെ വരക്കുന്നു. ഓക്കെ, പീയിലൂടെ വരക്കുന്നു. ഇവര് കൂട്ടിമുട്ടുമല്ലോ കേട്ടോ. കൂട്ടിമുട്ടാതെ അങ്ങനെ പോയിക്കോളും. നമ്മൾ ശല്യപ്പെടുത്തുന്ന അവരങ്ങനെ പോയിക്കോളും. ഓക്കെ, യെസ്. സീനുണ്ടോ? ഇല്ല. ലെൻസും വരച്ചു കഴിഞ്ഞു. നമ്മൾ നേരെ 6th ചാപ്റ്ററിലേക്ക്, ഫിഫ്ത്തിലെ ഒരു പോർഷൻ കൂടെ ഉണ്ട്. എടാ ഗ്ലാസ്സിൽ I42 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. അപ്പൊ നേരെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി ഞാൻ 1-2 കാര്യങ്ങൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയാം. നോക്കടാ, ഇത് എക്സാമ്പിൾ ആയിട്ട് ഇതിപ്പോ 42 ആണല്ലോ. ഇതിപ്പോ 43 ആണെങ്കിലോ?
അപ്പൊ ഇയാളെ താഴോട്ട് വരികയാണ് ചെയ്യുക. 42 ആയിട്ട് നേരെ പോവും. 43 ആണെങ്കിൽ താഴോട്ട് വരും. ഇനി 40 ആണെങ്കിൽ 40 ആണെങ്കിൽ കുറവാണെങ്കിൽ മുകളിലോട്ട് പോകും. ഓർത്ത് ചൊല്ലിട്ട് കുറവാണെങ്കിൽ മുകളിലോട്ട് പോകും, കൂടുതലാണെങ്കിൽ താഴോട്ട് വരും. 42 ആയതുകൊണ്ട് നേരെ പോകും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. 42 ആയതുകൊണ്ട് നേരെ പോകും. എടാ ഇവിടെ 48.6 ഉണ്ടാവേ, 48.6 ഡിഗ്രി. ഓക്കെ, അപ്പൊ 48.6 ആണ്. ഇവിടെ ഗ്ലാസ് അല്ല, ഇവിടെ വാട്ടർ ആണ് കേട്ടോ, വാട്ടർ. ഓക്കെ, അപ്പൊ ഇത് നേരെ പോവും. നിങ്ങൾക്ക് അറിയാം നേരെ പോകുന്നുള്ളത്. ഇനി നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ശ്രദ്ധിച്ചേടാ. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ 50 ആണ് ഉള്ളത് എന്ന് വിചാരിച്ചോ. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് എന്ത് ചെയ്യടാ, താഴോട്ട് വരും, കൂടുതലാണ്. എടാ ഇനി നിങ്ങൾ വിചാരിച്ചോ ഇവിടെ ഉള്ളത് 47 ആണെന്ന് വിചാരിച്ചേ. 47 ആണ്, ഈ കുറവാണ്, ഇയാള് മുകളിലോട്ട് പോകും. ഒന്ന് ഓർത്തു വെച്ചാളി, ഒന്ന് വൃത്തിക്ക് ഓർത്തു വെച്ചാളി. എടാ ഇനി നമുക്ക് 6th ചാപ്റ്ററിലേക്ക് പോകാം. 6th ചാപ്റ്ററിൽ ശ്രദ്ധിച്ചോ. എടാ നോക്കടാ, ആദ്യം തന്നെ വിബ്ജിയോർ പറഞ്ഞാൽ അതിൽ എല്ലാ കളറും ഉണ്ട് എന്നാണ് അർത്ഥം. എല്ലാ കളറും ഉണ്ട് എന്നാണ് അർത്ഥം. ഏത്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ എല്ലാതും ഉണ്ട്. വൈറ്റ് കളറിന് ആലോചിക്കുക. ആദ്യം നിങ്ങൾ ഇത് നേരെ ഇങ്ങനെ വരക്കുക. ലൈറ്റ് അങ്ങനെ പോവോ? നേരെ പോവില്ല. എന്നിട്ട് ഞങ്ങൾ വയലറ്റ് കളറ് ഏറ്റവും നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്യും. വയലറ്റ് കളർ നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്യും. പക്ഷേ റെഡ് അത്ര തന്നെ ഡീവിയേറ്റ് ചെയ്യില്ല, അല്ലെ? വയലറ്റ് ആണ് നന്നായിട്ട് വ്യതിചലിക്കുക, റെഡ് അത്രത്തോളം വ്യതിചലിക്കൂല. എന്നിട്ട് എന്ത് ചെയ്യാം, താഴോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കും. താഴോട്ടാണ് വരക്കേണ്ടത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ താഴ്ന്ന് വരുമ്പോ താഴേക്ക് തന്നെ പോവാന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. താഴ്ന്ന് വരുമ്പോ താഴോട്ട് തന്നെ പോകുന്നു എന്ന് ഓർത്ത് വെക്കണേ. താഴ്ന്ന് വരുമ്പോ താഴോട്ട് തന്നെ പോകുന്നു എന്ന് ഓർത്ത് വെക്കുക. പ്രശ്നമുണ്ടോ? പ്രയാസങ്ങളുണ്ടോ? ഇല്ല. എന്നാ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ചിത്രം വന്നാലോ? ഇങ്ങനൊന്നും വരൂല. അപ്പൊ വന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല. മക്കൾ എന്ത് ചെയ്യാറോ ഇതിങ്ങനെ നേരെ വരക്കുക. അല്ലെങ്കിൽ പണിയുണ്ട്. ആൻസർ ഷീറ്റ് നേരെ തല തിരിച്ചു പിടിക്കുക, എന്നിട്ട് വരക്കുക, എന്നിട്ട് നേരെ തിരിച്ചു വെച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. നോക്കണം, പക്ഷെ നമുക്ക് വരക്കാം. എടാ ഇനി വയലറ്റ് നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്യും, പക്ഷെ റെഡ് അത്രത്തോളം ഡീവിയേറ്റ് ചെയ്യൂല. എന്നിട്ട് ഇത് മുകളിൽ നിന്ന് വരുമ്പോ എങ്ങോട്ട് തന്നെ പോകണ്ടേ? തിരിച്ചെങ്ങോട്ടാ പോകണ്ടേ? മുകളിലോട്ട് തന്നെ പോകണം, അല്ലെ? മുകളിൽ നിന്ന് വരുമ്പോ തിരിച്ച് മുകളിലോട്ട് പോകണം. കാരണം എന്താ? താഴ്ന്ന് വരുമ്പോ താഴോട്ട് പോയി, മുകളിൽ നിന്ന് വരുമ്പോ മുകളിലോട്ട് തന്നെ പോകണം. ഓക്കെ, അന്ന് ഓർത്തു വെക്കട്ടോ. അപ്പൊ അത് നമ്മൾ വരച്ചു. ഓക്കെ, അടുത്ത നോക്കണം. ഇവിടെ ലേസർ ബീം, ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോൾ. ലേസർ ബീം ആവുമ്പോൾ അതിൽ ഒറ്റ കളറുള്ളൂ ലേസർ, അല്ലെ? റെഡ് കളർ അല്ലെങ്കിൽ പച്ച കളർ, ഒരു കളറേ ഉണ്ടാവുള്ളൂ ലേസർ. ഒരു കളർ ആവുമ്പോൾ ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യൂ. ഇവിടെ എല്ലാ കളറും ഉള്ളതുകൊണ്ടല്ലടാ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്, അല്ലേ? പക്ഷെ ഇവിടെ ഒരു കളർ ഉള്ളതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യൂല. ഇത് എന്ത് ചെയ്യുക, വരക്കാൻ എളുപ്പ. നേരെ ഇങ്ങനെ ഒരു വര വരച്ചു കൊടുക്കുക. നേരെ ഇങ്ങനെ ഒരു വര വരച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ ശരിക്കുക. താഴ്ന്ന് വരുന്നോണ്ട് താഴോട്ട് തന്നെ പോകും. ഓക്കെ, ഇത് അതുപോലെ തന്നെ നേരെ ഇങ്ങനെ ഒരു വര വരച്ചു കൊടുക്കുക, അങ്ങോട്ട് പോകില്ല. ഒന്നിങ്ങനെ ശരിക്കുക, മുകളിൽ നിന്ന് വരുന്നോണ്ട് മുകളിലോട്ട് തന്നെ പോകും. വരക്കാൻ എളുപ്പ, സിമ്പിളാ. ഒന്ന് പഠിച്ചു വെക്കണേ, ഒന്ന് വരച്ചു പഠിച്ചേക്കണേ. എടാ അത് കഴിഞ്ഞാൽ അടുത്ത ഗ്ലാസിൻ്റെത്. ഓക്കെ, 9th ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാറുണ്ട് ഈ സാധനം, ശ്രദ്ധിച്ചോ. എടാ ഗ്ലാസിൻ്റെത് നിങ്ങൾക്കറിയാം, ഞാൻ ഇതൊന്നിങ്ങനെ നീട്ടി വരച്ചു. നേരെ പോവോ? ഇല്ല. നിങ്ങൾക്കറിയാം ഗ്ലാസിന് എയറിനാണോ ഗ്ലാസിനാണോ കൂടുതൽ ഉണ്ടാവുക? എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടുതലായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും ഉണ്ടാവുക ഗ്ലാസിന്. അപ്പൊ എന്ത് ചെയ്യണം, ഇതല്ലടാ ലംബം, നോർമലിന്റെ അടുത്തേക്കാ പോവാ, ടുവേർഡ്സ് ദ നോർമൽ അല്ലേ? അപ്പൊ ഞാനിത് ഇങ്ങനെ അടുത്തൂടെ വരച്ചു. പ്രശ്നമുണ്ടോ? ഞാൻ ഒരു ആരോ ഒക്കെ കൊടുത്തു. പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ, പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒന്നുകൂടെ വരക്കണ്ടേ, ശ്രദ്ധിച്ചു. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ നേരെ വരച്ചു, സെറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നിങ്ങൾക്ക് എയർ എങ്ങോട്ടാ പോവാ? ടുവേർഡ്സ് ആണ്, എവേ ആണ്, അല്ലെ? അകലെയാണ് ചെയ്യാം. അപ്പൊ അകലെന്നൊരു ചിത്രം വരച്ചു. അകല് ഇങ്ങനെയാണ് വരക്കേണ്ടത് കേട്ടോ. ഒരു സെറ്റ് പോലെയാണ് നോക്കുക. പ്രശ്നമുണ്ടോ? ഇല്ല. എടാ അടുത്ത് നോക്കടാ. ഇത് ചിലപ്പോൾ റീകോമ്പിനേഷൻ ഓഫ് അല്ലെങ്കിൽ സംയോജനം എന്ന് പറയാറുണ്ട്. എന്താണ് റീകോമ്പിനേഷൻ അല്ലെങ്കിൽ സംയോജനം എന്ന് പറയാറുണ്ട്. ഓക്കെ, റീകോമ്പിനേഷൻ അല്ലെങ്കിൽ സംയോജനം എന്ന് പറയാറുണ്ട്. എന്ത്? പ്രകാശത്തിന്റെ സംയോജനം അല്ലെങ്കിൽ റീകോമ്പിനേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയാറുണ്ട്. എങ്ങനെ വരക്കാൻ ശ്രമിച്ചു? ആദ്യം തന്നെ ഇതിങ്ങനെ നേരെ ഇങ്ങനെ വരക്കുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം ഇതെന്ത് ചെയ്യൂടാ, വയലറ്റ് ഇങ്ങനെ ആവും, റെഡ് അതിന്റെ മുകളിലൂടെ ഇങ്ങനെ വരുന്നുണ്ടാവും, അല്ലെ? എന്നിട്ട് താഴെന്ന് വരുന്നോണ്ട് എങ്ങോട്ട് വരക്കണ്ടേ? താഴോട്ട് തന്നെ വരക്കുന്നു. ഓർത്തു വെക്കണം കേട്ടോ. പ്രയാസങ്ങൾ ഉണ്ടോ? ഇല്ല. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇനി ഇതെന്ത് ചെയ്യും?
ഇപ്പൊ എവിടുന്നാ വരുന്നത്? മുകൾ ഭാഗത്ത് നിന്നല്ലടാ വരുന്നത് അല്ലെ? ഇപ്പൊ ഇനി രണ്ടാമത്തെ ആളെ മാത്രം നോക്ക്. രണ്ടാമത്തെ ആൾക്ക് ഇത് എവിടുന്നാ കിട്ടുന്നത്? മുകൾ ഭാഗത്ത് നിന്നാ വരുന്നത്. ശ്രദ്ധിച്ചോ. ഓക്കെ, ആദ്യം ഞാൻ എന്ത് ചെയ്തൂടാ, ഇനി ഇവർ ഒന്നാവാണ് ചെയ്യേണ്ടത്. ഒന്നാക്കാൻ പോവാ. ഓക്കെ, ഒന്നാക്കാൻ പോവാ. യെസ്, ഇവർ ഒന്നായി. ഇനി പുറത്തോട്ട് ഇവര് എടാ മുകളിൽ നിന്ന് വരുന്നോണ്ട് എങ്ങോട്ട് തന്നെ പോകും? മുകളിലോട്ട് തന്നെ പോകും. മുകളിലോട്ട് ഇവരെ ഒന്നായിട്ട് വെള്ള കളറിലാ പോകും. ഒന്നായിട്ട് വെള്ള കളറോടെ ഒന്നായിട്ട് മുകളിലോട്ട്. ഓക്കെ, ഇതൊന്ന് പഠിച്ചു വെച്ചാൽ ഓക്കെ, സിമ്പിൾ ആണ് സാധനം സിമ്പിളാ. ഒന്ന് വരച്ചു പിടിച്ചേക്കും. ലാസ്റ്റത്തെ സാധനമാണ് നമ്മൾ വരക്കാൻ പോകുന്നത്, റെയിൻ ഡ്രോപ്പ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, വരാൻ സാധ്യത വളരെ കൂടുതലുള്ളതാണ്. അപ്പൊ നോക്കടാ, റെയിൻ ഡ്രോപ്പ് അവസാനത്തതാണ് റെയിൻ ഡ്രോപ്പ്. ഓക്കെ, ഇത് നേരെ ഇങ്ങനെ വരച്ചു കൊടുക്കും. ഓക്കെ, പ്രശ്നമുണ്ടോ? നിങ്ങൾക്കറിയാം നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന ആളാരാ? വയലറ്റ് ആണ് നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്യുക. ഒന്നുകൂടെ വരക്കാം. ഇത് ആദ്യം എന്ത് ചെയ്യുക, അങ്ങനെ നീട്ടി ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, കുറച്ച് വലുതാക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന ആള് വയലറ്റ് ആണ്. ഓക്കെ, വയലറ്റ് നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നു. പക്ഷെ റെഡ് അത്രത്തോളം ഡീവിയേറ്റ് ചെയ്യോ? ഇല്ല. റെഡിന് ഓക്കെ, റെഡിനാണ് ഇനി അടുത്ത് ഞാൻ വരച്ചു കൊടുക്കുന്നത്. നോക്കടാ, റെഡിനെ വരക്കുന്നു. പ്രശ്നമുണ്ടോ? ഇനി റെഡിന് താഴോട്ട് വരക്കുക. ചൂടത്രമാണ്. ഓക്കെ, ഇതേ ആംഗിൾ നമ്മൾ വയലറ്റിനെയും വരക്കുക. ഞാൻ വരക്കുന്ന വയലറ്റ് അല്ല, നീല നിങ്ങൾക്ക് അറിയാം, പക്ഷെ എന്നാലും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, ഇവരെ മുകളിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതൊന്ന് വരച്ച് പഠിക്കണം കേട്ടോ. റെയിൻ ഡ്രോപ്പ് ഒന്ന് വരച്ച് പഠിക്കണം. പ്രയാസമുണ്ടോ? പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, വളരെ സിമ്പിളാണ് മക്കളെ. ഏകദേശം 25 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തോടാ, വരച്ച് പഠിച്ചിട്ടുണ്ട്. പ്രയാസങ്ങളൊന്നും ഉണ്ടാവരുത്. പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും ബാക്കി കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാം മക്കളെ. കൂടെ കട്ടക്ക് നിന്നോളൂ, നമുക്ക് സെറ്റാക്കാം. ബൈ ബൈ.